അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആ രാത്രിയിൽ മുഹ്സിനയ്ക്ക് ഉറക്കം വന്നില്ല. അവൾക്ക് സിനാനെക്കുറിച്ചുള്ള ഓർമ്മകൾ മാത്രമായിരുന്നു അവളുടെ മനസ്സിൽ. പഠിച്ചോനെ, ഞാൻ ഇത്രയധികം എൻ്റെ സിനുവിനെ സ്നേഹിച്ചിട്ടും സിനു എന്നോട് ചെയ്തത്, പഠിച്ചോനെ, അത് അവൾക്ക് സങ്കടം സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. താൻ ജീവൻ തുല്യം സ്നേഹിച്ചിരുന്ന തൻ്റെ സിനു ചെയ്ത പണി. എനിക്കങ്ങോട്ട് വിശ്വാസം വരുന്നില്ലായിരുന്നു ഒന്നിലും. പക്ഷേ ഇതുകൂടി അറിഞ്ഞപ്പോൾ, റബ്ബേ, എന്തിനു വേണ്ടിയിട്ടായിരുന്നു? സിനു എന്നോട് അപ്പോൾ സ്നേഹം നടിച്ചതായിരുന്നോ? അന്ന് വയനാട്ടിലെ ആ റിസോർട്ടിൽ പോയി ഞങ്ങൾ താമസിച്ചെന്നൊക്കെ സിനുവിന് എന്നോട് എന്തൊരു സ്നേഹമായിരുന്നു റബ്ബേ. അവൾ അവളുടെ ബെഡ്റൂമിൽ ഉറങ്ങാതെ അതാ അലയുകയാണ്. അവൾക്കൊന്നിരിക്കുവാനോ കിടക്കുവാനോ തോന്നുന്നില്ല. അവൾ ആ ബെഡ്ഷീറ്റിലെ നീലപ്പൂക്കളിലേക്ക് സൂക്ഷിച്ചു നോക്കി. സിനു, എന്തിനായിരുന്നു എന്നോട് അഭിനയം? അവൾ അതോർത്തു. ഇല്ല, എൻ്റെ സിനു എന്തൊക്കെ തന്നെയായാലും ഷാഹിനിയോടൊപ്പം റൂമിലായിരിക്കും. അതെനിക്ക് നന്നായിട്ടറിയാം. ഉമ്മയോട് നേരത്തെ ഉമ്മ വിളിക്കുന്നത് കേട്ടു. പിന്നെ നിങ്ങളിഷ്ടം പോലെ എന്താ വെച്ചാൽ കാട്ടിക്കോളി. നമ്മളൊരിക്കലും കുട്ടീനെ നിർബന്ധിക്കണില്ല. ഇവിടെ ഇപ്പോൾ സിനാനും ഇവിടെ ഷാഹിനുണ്ട്. ഷാഹിൻ എങ്ങനെയാച്ചാൽ ഓനെ നോക്കണമുണ്ട്. ഓനക്കാണെങ്കിലും തന്നെ ഷാഹിനാനോട് പ്രത്യേക ഒരു സ്നേഹമുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ മുഹ്സിന അങ്ങനെ എന്തേലും പറയേണ്ടി വെച്ചിട്ട് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം ഓനക്ക് എന്തായാലും ഒരു പെണ്ണുണ്ടായതുകൊണ്ട് ഓൻ അങ്ങനെ ജീവിച്ചോളും. മുഹ്സിനെ കുറിച്ച് ഇപ്പോൾ ഓനെ ആലോചിക്കണേ ഇല്ല. ഉമ്മ വീണ്ടും അങ്ങനെ കോൾ ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യം അതാ മുഹ്സിന അറിയുന്നു. മോളെ മുഹ്സിയെ, ആ എന്തോ ഉമ്മ പറഞ്ഞു കേട്ടടി? എൻ്റെ മാപ്പിളുടെ അമ്മ ഓനക്ക് ഇപ്പം ഷാഹിനുണ്ട് എന്ന്. അപ്പോൾ ഓല് സുഖമായിട്ട് അവിടെ കഴിയുകയാണെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ മനസ്സിലായില്ലേ? ഈ എന്താ പറഞ്ഞത്? സിനു അങ്ങനല്ല, അത് വെറുതെ ഒരാളെ കെട്ടിക്കൊണ്ടുവന്നതാണ്, അഭിനയിക്കാണ്. എന്തൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്? അതെ മോളെ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, എൻ്റെ പെറ്റുമ്മാക്കുള്ള സ്നേഹം എന്തായാലും എൻ്റെ പുതിയാപ്പിൾക്ക് ഉണ്ടാവില്ല. ഓലക്ക് ഇന്ന് കഴിഞ്ഞ് ഓലക്ക് എത്ര വേണമെങ്കിലും പെണ്ണുങ്ങളെ കിട്ടും. ഇങ്ങനെ ഓനെ മനസ്സിൽ വെച്ച് നിന്നോ? നിങ്ങളുമ്മ പറഞ്ഞേ കേട്ടില്ലപ്പോൾ? ഇനി എന്തായാലും മേലെ എനിക്ക് കിട്ടേണ്ടത്. അതുകൂടി അറിഞ്ഞപ്പോഴാണ് അവൾക്കാകെ വിഷമായത്. സിനു ഷാനിയുടെ കൂടെ അപ്പോൾ എന്നോടെല്ലാം പറഞ്ഞത് കളവായിരുന്നു അല്ലേ? സിനു, ഞാൻ അത്രക്കും ഇഷ്ടപ്പെട്ടിരുന്നു. സിനുവിന് എനിക്ക് അത്രക്കും ഇഷ്ടമായിരുന്നു. ഒരിക്കലും എനിക്ക് മറക്കാൻ കഴിയില്ല. പക്ഷേ ഇതൊക്കെ കേട്ടപ്പോൾ പതുക്കെ എൻ്റെ മനസ്സിൽ നിന്ന്, പക്ഷേ എനിക്ക് കഴിയുന്നില്ല. എത്രയൊക്കെയായിട്ടും ആ മുഖം മറക്കാൻ എനിക്ക് കഴിയുന്നില്ല സിനു. എനിക്കതിന് കഴിയുന്നില്ല. ആയിക്കോട്ടെ, സിനുവിൻ്റെ ജീവിതം തിരഞ്ഞെടുത്തല്ലോ. ഷാഹിനയോടൊപ്പമുള്ള ജീവിതം. അല്ലെങ്കിലും വലിയ തറവാട്ടുകാരും പൈസക്കാരൊക്കെ ആകുമ്പോൾ അവരുടെ കൂടെ ജീവിക്കാം, നല്ല സുഖമായിരിക്കും. പാവപ്പെട്ട ഞങ്ങളുടെ കൂടെ ജീവിക്കുന്ന പോലല്ലല്ലോ. സാരല്ല. അവൾക്ക് ആ രാത്രി ഉറങ്ങുവാനേ കഴിയില്ല. അവൾ റൂമിൽ ലൈറ്റ് ഓഫ് ആക്കാതിരിക്കുന്നത് കണ്ട് ഉമ്മ ചോദിച്ചു, മുഹ്സിയെ എന്താടി ലൈറ്റ് കത്തിക്കൊണ്ട് നിൽക്കണേ? ഈ എന്താ ഉറങ്ങിയിട്ടില്ല ഇതുവരെയായിട്ട്? സമയം എത്ര നേരമായി? ഉമ്മ, ഞാൻ അത് ഉറങ്ങന്നെയാണ്. അവൾ പെട്ടെന്ന് ലൈറ്റ് ഓഫ് ചെയ്തു. എന്താണെന്നറിയില്ല, സിനു അങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടി ചെയ്തു വേറെ പെണ്ണ് കിട്ടി അവളുടെ കൂടെ ജീവിക്കുന്നു എന്നൊക്കെ അറിഞ്ഞിട്ടും എന്തെന്നറിയില്ല, മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ആ സ്നേഹം അതങ്ങ് തീരുന്നില്ല. അത് കൂടിക്കൂടി വരികയാണല്ലോ. എൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയത് സിനുവിൻ്റെ അഭിപ്രായം കൊണ്ടാണെന്ന് പറഞ്ഞത് കേട്ടത്. പക്ഷെ എന്തൊക്കെ തന്നെയായാലും എനിക്കറിയുന്നില്ല, മറക്കുവാനും വെറുക്കുവാനും കഴിയുന്നില്ല. എല്ലാവരും പറയുന്നു, വീട്ടുകാരും പറയുന്നു, മുഹ്സിന, നീ ഇങ്ങനെ അവനെ ആലോചിച്ചു കൊണ്ട് നിന്നോ? നിന്നെ എന്നാണാവോ കൊല്ലുന്നത്? പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും സിനാൻ്റെ ആ മുഖം, അവനോടുള്ള സ്നേഹം, അതെനിക്ക് ഒരിക്കലും ഒഴിവാക്കുവാൻ കഴിയുന്നില്ലല്ല. ഞാൻ എന്താ ചെയ്യുക? എന്ത് കാരണം കൊണ്ടാണ് എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഒരേ ഒരാളാണ് എനിക്ക് എൻ്റേതായിട്ട് ഉണ്ടായിരുന്നത്, സിനു മാത്രം. എന്തൊക്കെ തന്നെ സിനു ചെയ്താലും എനിക്ക് അത് മറക്കാനും കഴിയുന്നില്ല. ഉമ്മയും ഇക്കാക്കയൊക്കെ കുറേ ഉപദേശിച്ചു.
മോൾട്ടിത്തെയും ഉപ്പയും പറഞ്ഞു, മോളെ നീ അവനെ മറന്നേക്കൂ, അവൻ കാട്ടിക്കൂട്ടിയതൊക്കെ നീ കണ്ടില്ലേ. പക്ഷേ എന്താണെന്നറിയില്ല, മനസ്സിൽ കണ്ണടച്ചാലും കണ്ണ് തുറക്കുമ്പോഴും ആ മുഖം മാത്രമാണ് എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നതല്ല. ഒരു മറവിക്കുള്ള എന്തെങ്കിലും നീ ഒന്ന് തന്നിരുന്നെങ്കിൽ. എന്നാൽ ഈ സമയം സിനാൻ അവൻ വീട്ടിലേക്കൊന്നും പോയതേയില്ല. അവൻ പുറത്ത് അവിടെയും ഇവിടേക്കായിട്ട് ഫ്രണ്ട്സുകളുടെ കൂടെയും ഒക്കെ അങ്ങ് കഴിഞ്ഞു പോവുകയാണ്. അവൻ്റെ ഫ്രണ്ട്സുകൾ അവനോട് പറഞ്ഞു, അല്ലടാ നീ ഇപ്പോൾ വീട്ടിലും പോവാറില്ല, എന്താ നിൻ്റെ കഥ? അല്ല നിൻ്റെ ജോലിയൊക്കെ നഷ്ടപ്പെട്ടോ? ഏയ് ജോലിയൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. 10-15 ദിവസത്തെ ലീവിന് വന്നതായിരുന്നു ഞാൻ. പക്ഷേ എനിക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് എനിക്ക് എന്നാൽ സിനാൻ്റെ ഉറ്റ കൂട്ടുകാരനായ ജസീൽ, അവൻ അതാ അവൻ്റെ കോളേജിൽ നിന്ന് കോഴ്സ് പൂർത്തിയാക്കി വന്നിരിക്കുന്നു. ജസീലിനെ കണ്ടതും ശരിക്കും സിനാന് സന്തോഷമായി. കാരണം അവർ കുറച്ചു കാലം പള്ളി ദർസിൽ ഒരുമിച്ച് പഠിച്ചിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു സൗഹൃദം ഉണ്ടായിരുന്നു. പക്ഷേ കോണ്ടാക്റ്റും കാര്യങ്ങളും ഇല്ലായിരുന്നു. മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ഓർമ്മയുണ്ടായിരുന്നു. അന്ന് രാത്രിയിൽ കൂട്ടുകാരെല്ലാവരും കൂടി ഒരുമിച്ച് നിൽക്കുന്ന സമയത്തിൽ അതാ ജസീൽ അങ്ങോട്ട് വരുന്നു. അല്ലാ, ആരാ റബ്ബേ ഇത്? പഠിച്ചോനെ, സിനാനോ? എത്ര ഇട കണ്ടിട്ട്. എന്താണ് നീ പറ്റാകെ കോലം കെട്ടുപോടെ? മുടിയെങ്കിലും ഒന്ന് വെട്ടിച്ചോട് നിനക്ക്. എന്ത് പറ്റി നിനക്ക്? നീ എന്താ ഇങ്ങനെ? അത് മോഡേണായി നടക്കുകയാണോ? സിനാൻ്റെ മനസ്സിലെ ഭാരവും ദുഃഖവും ഒന്നും അവൻ ആരെയും അറിയിച്ചിട്ടില്ല. എല്ലാം ഉള്ളിലൊതുക്കി വെച്ചിരിക്കുകയാണ്. സിനാനെ അതാ അവൻ നെഞ്ചോട് ചേർക്കുന്നു. എടാ, കുറേ അല്ലല്ലേ കണ്ടിട്ട്, നമ്മളൊരുമിച്ച് പഠിച്ച് കളിച്ച് വളർന്ന്. എന്തൊക്കെയാടാ ജസീലെ നിൻ്റെ വർത്തമാനം? എൻ്റെ കോഴ്സൊക്കെ പൂർത്തിയായി. ഇനിയിപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ എവിടേക്കെങ്കിലും എന്തെങ്കിലും ജോബ് നോക്കണം. പഠിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി, അതുകൊണ്ട് കംപ്ലീറ്റ് ആയി. ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ. അല്ലടാ സിനാനെ, നിൻ്റെ കല്യാണം കഴിഞ്ഞോ? അങ്ങനെ പറയുന്നത് കേട്ട പോലെ. കല്യാണം കഴിഞ്ഞു. ഇപ്പം അടുത്തല്ലേ കഴിഞ്ഞത്? കുറച്ച് ഒരു 1-1.5 മാസം മുമ്പ്. ഒരു നിമിഷം സിനാന് ഞെട്ടി. പഠിച്ചോനെ, ഷാഹിനിയെ കല്യാണം കഴിച്ച കാര്യത്തെക്കുറിച്ചാണോ ഇവൻ പറയുന്നത്? സിനാൻ കാര്യമായിട്ട് ഒന്നും മിണ്ടിയില്ല. എന്താടാ സിനാന, നിനക്കൊരു മൂഡ് ഓഫ്? നീ ഇങ്ങനെയല്ലല്ലോ, നീ ഇങ്ങ് വന്നേ, വാ നമുക്കൊരു ചായ കുടിക്കാം. ഹേയ്, അതൊന്നും വേണ്ടടാ. അല്ല, അത് കാര്യമില്ല. അവർ രണ്ടുപേരും കൂടി അതാ ഒരു സ്പെഷ്യൽ ചായ എല്ലാം കുടിക്കുന്നു. എന്നാടാ എനിക്ക് ഇഷ്ടപ്പെട്ട സ്നാക്ക് വെച്ചാൽ എടുക്ക്. എനിക്കതൊന്നും വേണ്ട. എന്താ സിനാന, നിനക്ക് എന്ത് പറ്റി? എന്ത് പറ്റിയടാ? ഞാനിനി ഏകദേശം 1 മാസത്തോളം ഇവിടെ ഉണ്ടാവും. എന്തായാലും ജോബിനൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കോഴ്സ് കംപ്ലീറ്റ് ആയി, സർട്ടിഫിക്കറ്റ് മാത്രമേ കിട്ടാനുള്ളൂ. എന്താടാ, നമുക്കൊരു ടൂറാക്കിയാലോ? ടൂറോ? ആര്? ഞാനോ? അതൊന്നും വേണ്ടടാ. എന്താ സിനാന, നിനക്ക് എന്ത് പറ്റി? എന്താ വൈഫിനെ കൊണ്ടാകാൻ പറ്റാത്ത ടെൻഷനാണോ? അതൊന്നല്ല. എന്നാ പിന്നെന്താ, നമുക്ക് പോവാം, വാ. എങ്ങോട്ടെങ്കിലൊക്കെ പോകണം. ഈ ഒരു എൻജോയ്മെൻറ്റ് ഇനി കിട്ടില്ലട്ടെ എനിക്ക്. കാരണം ഒരൊറ്റ മാസമാണ് ലീവ്. ഇനിയിപ്പോൾ ഡ്യൂട്ടി കയറിക്കഴിഞ്ഞാലോ നോ പ്രോബ്ലം, പിന്നെ എന്നെ കാക്കണ്ട. അപ്പടാ നീ കല്യാണം കഴിക്കണില്ലേ? കല്യാണം കുറച്ച് കഴിയട്ടടാ. നമ്മളേതായിട്ടുള്ള ഒരു കാലിലൊക്കെ നിൽക്കാനൊക്കെ ആയിട്ട് നമ്മളേതായിട്ടുള്ള വരുമാനം, വീട് എല്ലാം ഉണ്ടാക്കിയിട്ട് അങ്ങനെയാണ് എനിക്ക് ആഗ്രഹം. ഇൻഷാ അല്ലാഹ് 2 വർഷം കൊണ്ട് കഴിയട്ടെ, അപ്പോഴേക്കും സെറ്റ് ആവുമായിരിക്കും. രണ്ടുപേരും ഒരുമിച്ചുള്ളതാണ്, ഒരേ പ്രായക്കാരാണ്. പക്ഷേ സിനാൻ്റെ കല്യാണം നേരത്തെ കഴിഞ്ഞു. അതും ഉമ്മാക്ക് വീട്ടിൽ ആളില്ല എന്നതിൻ്റെ പേരിലായിരുന്നു അങ്ങനെ ഒരു കല്യാണം നടത്തിയിരുന്നത് മുഹ്സിനയുമായിട്ട്. എന്നാൽ ഇപ്പോഴിതാ വല്ലാത്തൊരു അവസ്ഥയിലാണ് സിനാൻ ജീവിക്കുന്നത്. നമുക്കിത് നാളെ തന്നെ ഇവിടുന്ന് സ്ഥലം വിട്ടാലോ? എന്താടാ നീ പറയുന്നത്? സിനാന് പറ്റുമല്ലേ? നമ്മൾ ആദ്യം ഒരുമിച്ച് എങ്ങനെയായിരുന്നു? നീ എന്നൊക്കെ മറന്നു അല്ലേ? അല്ല, മറന്നിട്ടൊന്നുമല്ല. എങ്കിലും വാ, നാളെ നമുക്ക് ഇന്ന് വീട്ടിൽ പോയിട്ട് നീ നാളെ തന്നെ പുലർച്ചെ തിരിച്ചു വരട്ടോ. എൻ്റെ വീട് നിനക്കറിയില്ലേ? എനിക്കാണെങ്കിൽ വീട്ടിൽ നിൽക്കുന്നതോട് വലിയ താല്പര്യമില്ല. വീട്ടിൽ ജ്യേഷ്ഠനും ഭാര്യമാരും മക്കളും എല്ലാവരും ഉണ്ട്. പിന്നെന്ന് വെച്ചാൽ എനിക്ക് വീട്ടിൽ ഉപ്പയില്ല, ഉമ്മയുള്ളൂ. ഉമ്മാക്കറിയാം ഞാനിവിടെ നിൽക്കൂല എന്നുള്ളത്. പിന്നെ 1 മാസത്തിന് വന്ന സ്ഥിതിക്ക് ഞാൻ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് നമുക്കൊരു ട്രിപ്പാക്കാം. എന്താ, അവിടെ താമസിക്കലും ജോലിയെക്കുറിച്ചുള്ള അന്വേഷണവും പഠനവും കാര്യങ്ങളൊക്കെ ആയിട്ട്
അങ്ങനെ സിനാൻ, നിനക്ക് നിൻ്റെ വീട്ടിലേക്കൊന്ന് പോകാതിരിക്കുന്നതാണ് നല്ലത്. ഒന്ന് വൈഫിനോടൊക്കെ ഒന്ന് വിളിച്ച് പറ, ഉമ്മയോടൊക്കെ നമുക്കിവിടെ പോകാം. പറ്റുന്നുണ്ടെന്ന് പുലർച്ചെ തന്നെ ഒരു 3 മണിക്ക് പോയാൽ ബുദ്ധിമുട്ടില്ലല്ലോ. സിനാൻ ഒരു നിമിഷം ചിന്തിച്ചു. ആരോട് പറയാൻ? എൻ്റെത് ആര് കേൾക്കാം? എൻ്റെ ജീവിതം ഇപ്പോൾ തെരുവിലാണല്ലോ. തന്നെ കാത്തിരിക്കാൻ തൻ്റെ പ്രിയപ്പെട്ട മുഹ്സി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ അവളും എന്നെ വെറുത്തിട്ടുണ്ടാവും. സിനാൻ കണ്ണുകൾ തുടച്ചു. എടാ ഇങ്ങ് വന്നേ, വാ. നിൻ്റെ ഭാഷയൊക്കെ മൊത്തത്തിലങ്ങ് മാറിയല്ലോടാ. ആ, നമ്മളവിടെ പഠിക്കാൻ പോയെടുത്തേ അവിടെ അവരുടെ ഭാഷക്കാർ രീതിയിലായതുകൊണ്ട് അങ്ങനെ മാറും. വാ, നമുക്ക് നിൻ്റെ വീട്ടിൽ പോവാം. നിൻ്റെ വീട്ടിലേക്കോ? ഞാനില്ലടാ. പിന്നെന്താ? നിൻ്റെ വീട്ടിലേക്ക് ഞാൻ വരുന്നില്ല. ഞാൻ എവിടെയെങ്കിലൊക്കെ. ആഹാ, പുലർച്ചെ 3 മണിക്ക് നമുക്ക് പുറപ്പെടണം. അപ്പം നിൻ്റെ ഡ്രസ്സും കാര്യങ്ങളും. ഡ്രസ്സോ? ഹേയ്, അതൊക്കെ വാങ്ങിയേ കിട്ടൂലടാ. ആ രാത്രി അവർ ഒരുപാട് സമയം സംസാരിച്ചിരുന്നു. 12 മണി ആയപ്പോഴാണ് ജസീൽ അവൻ്റെ വീട്ടിലേക്ക് പോയത്. ഉമ്മ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. മോനെ, കുട്ടി 1 മാസത്തിന് വന്നിട്ട് ഇപ്പോൾ ഇപ്പം തന്നെ പോലൊടുങ്ങിയോ? സമയം എത്രയായി? ഉമ്മ, എൻ്റെ കൂടെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഞങ്ങൾ ടൂറ് പോവാണ്. മക്കളെ, ഈ അല്ല മോനെ ഇന്നലെ വന്നത്, അപ്പോൾ ഞങ്ങൾക്ക് ടൂറ് പോകായിട്ട്. ആ ഉമ്മ, വീട്ടിലങ്ങ് ഇരുന്നിട്ടെന്താ? പിന്നെയെന്ന് വെച്ചാൽ ഇവിടെ വലിയൊരു സുഖമൊന്നുമില്ല. ഇൻഷാ അല്ലാ നമുക്കൊരു വീടൊക്കെ സെറ്റാക്കിയിട്ട് ഞാൻ എൻ്റെ ഉമ്മാനെ കൊണ്ട് അങ്ങോട്ട് മാറും. അല്ലാതെ ജ്യേഷ്ഠന്മാർ മാറിയിട്ടൊന്നും പോയിട്ടൊന്നും നമുക്കിവിടെ ഫ്രീഡം ഉണ്ടാവില്ല. മോനെ, പുലർച്ചെ 3 മണിക്ക് പറഞ്ഞിട്ട് ഇപ്പോഴാണ് നീ എടുക്ക ബാഗും കെട്ടി നടക്കുന്നത്? എൻ്റെ കൂട്ടുകാരനെ വിളിയടാ. സിനാനതാ ആ ഉമ്മ വിളിക്കുന്നു സിനാനെ. മോനെ ഇങ്ങോട്ട് പോരെ, എന്താ നട്ടപ്പാതിരേക്കവിടെ പുറത്തേക്കുന്നത്? ഹേയ്, ഒന്നുമില്ലമ്മ. അല്ല മോനെ, മോൻ്റെ വീട്ടിലാരൊക്കെയുണ്ട്? ഉമ്മ, ഉപ്പ എല്ലാവരും ഉണ്ട്. ആ, അത് ശരി. നിങ്ങൾ പെണ്ണ് കെട്ടാത്ത ചെക്കന്മാർക്ക് അതൊക്കെ നടക്കുള്ളൂ, കെട്ടിയവർക്കൊന്നും നടക്കൂലല്ലോ. പെണ്ണുങ്ങൾ പിടിച്ചു വെക്കൂലേ? മോനെ, ഇതാ ചായ കുടിച്ചോളി. ഈ നട്ടപ്പാതിരാക്ക് അങ്ങനെ അച്ഛനക്ക് ഇറങ്ങി പോവണ്ട, ആ ഉമ്മ സ്നേഹത്തോടെ ഉപദേശിക്കുന്നു. ഒരു നിമിഷം സിനാൻ ഓർത്തുപോയി. റബ്ബേ, എനിക്കുണ്ടല്ലോ ഒരു ഉമ്മ. എന്നെ എപ്പോഴും ചീത്ത പറയുക, ശകാരിക്കുക എന്നല്ലാതെ. പലപ്പോഴും ഞാൻ ഓർത്തു പോയിട്ടുണ്ട് അങ്ങനെ ഒരു മോനെ എന്ന് സ്നേഹത്തോടെയുള്ളൊരു വിളി കേൾക്കാൻ. പക്ഷേ എനിക്ക് വേണ്ടി, ആർക്കൊക്കെ വേണ്ടി ജീവിക്കുന്ന പോലെയാണ് ഞാനവിടെ. എന്നെയും മുഹ്സിയെയും എങ്ങനെയെങ്കിലും വേർപിരിക്കണം, അതുതന്നെയാണ് ഉമ്മയുടെ ലക്ഷ്യം. അതിനുവേണ്ടി എല്ലാ കളികളും ഉമ്മ കളിച്ചിരിക്കുന്നു. അവസാനം എൻ്റെ കുഞ്ഞിനെ കൊന്നത് ഞാനാണെന്നുള്ള പേര്. പഠിച്ചോനെ, നീ എല്ലാം കാണുന്നുണ്ടല്ലോ, നീ എല്ലാം അറിയുന്നുണ്ടല്ലോ. ഒരു ദിവസം എല്ലാം നീ തെളിയിച്ചു തരണം. ഒരിക്കലും ഉമ്മയെ ശിക്ഷിക്കണമെന്ന് ഞാൻ പറയുന്നില്ല റബ്ബേ. എൻ്റെ നിരപരാധിത്വം തെളിഞ്ഞാൽ മാത്രം മതി, എനിക്ക് വേറൊന്നും വേണ്ട. ആ രാത്രിയിലും സിനാനെ അതാണ് ദുആ ചെയ്തിരുന്നത്. മോനെ, എന്താ ചായ കുടിക്കാത്തത്? ആ ഉമ്മ സ്നേഹത്തോടെ ആ ഉമ്മ കുടിക്കുന്നുണ്ട്. മക്കളെ, സൂക്ഷിച്ച് പോകണേ. എവിടേക്കാണ് നിങ്ങൾ പോണത്? ഒരുങ്ങി കെട്ടി. അല്ല മോനെ, മോൻ ഡ്രസ്സ് നിർത്തില്ലേ? ഇല്ലുമ്മ, ഞാൻ എടുത്തിട്ടില്ല. ഞാൻ വഴിയിൽ വെച്ച് വാങ്ങിക്കൊള്ളാമെന്ന് വിചാരിച്ചു. ഓ അങ്ങനെ. ആ, കയ്യിൽ ഫോണ് മാത്രം മതിയല്ലേ? എന്നാൽ പിന്നെ എല്ലാം ആയല്ലോ. അങ്ങനെ അതാ ആ പാതിരാത്രിയിൽ ജസീലും സിനാനും വീട് വിട്ടിറങ്ങുന്നു. ഉമ്മ, പോയിട്ട് വരാട്ടോ. മക്കളെ സൂക്ഷിക്കണേ. ഉമ്മയുടെ പറച്ചിൽ വീണ്ടും. എടാ, ഉമ്മാരുണ്ടായാലും ഇങ്ങനെയല്ലേ, ഇതിങ്ങനെ ഒരു സുഖം തരില്ലേ? എപ്പോഴും ഇങ്ങനെ സൂക്ഷിക്കണേ, ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കും അല്ലേ? എടാ, ഉമ്മ നഷ്ടപ്പെട്ടാലേ അതിൻ്റെ വേദന അറിയുള്ളൂ. ഉമ്മ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് വല്ലാത്തൊരു വേദനയായിരിക്കും. അല്ല സിനാനെ, നിനക്ക് ഉമ്മ ഉണ്ടല്ലോ, പിന്നെ നീ എന്താ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? അല്ല, ഞാൻ പറഞ്ഞു എന്ന് മാത്രം. എത്രയോ ഉമ്മ നഷ്ടപ്പെട്ട ആളുകളുണ്ടല്ലോ, അവരുടെയൊക്കെ സ്ഥിതിയാണ് ഞാൻ ആലോചിച്ചത്. നിൻ്റെ ശബ്ദം വല്ലാതെ ഇങ്ങ് ഇടറിയിട്ടുണ്ടല്ലോ. ഹേയ്, ഒന്നുമില്ലടാ. നമ്മൾ എന്ന നാട്ടിലേക്ക് തിരിച്ചെത്താൻ നിനക്കറിയോ? അറിയോടാ? എനിക്ക് എന്നാലും വേണ്ടില്ലടാ ജസീലെ. എന്ന് തിരിച്ചെത്തിയാലും എനിക്ക് കുഴപ്പമില്ല. അപ്പം നിൻ്റെ ഡ്യൂട്ടി, നിനക്ക് ഗൾഫിൽ പോകണ്ടേ? 1 മാസത്തിന് കൂടി ഞാൻ നീട്ടിയിട്ടുണ്ട്. എന്തൊക്കെ തന്നെയാലും അതൊക്കെ ഉണ്ട് കഴിയട്ടെ. നാട്ടിൽ കുറച്ച് കാലം ഒറ്റയ്ക്ക് ജീവിക്കട്ടെ, അതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പടാ നീ നാട്ടിലൊന്നും പോരല്ലേ? വീട്ടിലേക്ക് പോകായിട്ടല്ല,
എന്തെന്നറിയില്ല, അതിന് താല്പര്യമില്ല. സിനാൻ്റെ കൂട്ടുകാരൻ അവനോട് പറയുന്നു, ആഹാ, വീട്ടിൽ പോകാൻ താല്പര്യമില്ലാന്ന്. തിരക്കിടില്ല, എന്തൊക്കെ തന്നെയായാലും നീ ആയതുകൊണ്ട് ഞാനൊക്കെ ആണെങ്കിലും ഉണ്ടല്ലോ. അങ്ങനെ അതാ അവർ യാത്ര തുടരുന്നു. എങ്ങോട്ടാണെന്ന് അവർക്ക് യാതൊരു പിടുത്തവുമില്ല. എങ്കിലും എങ്ങോട്ടെങ്കിലും ദൂരെ പോവണം, എന്തെങ്കിലുമൊക്കെ ആസ്വദിക്കണം. മനസ്സിലുള്ള ടെൻഷനുകൾ, പ്രയാസങ്ങൾ, വിഷമങ്ങൾ എല്ലാം മായണം. അതിനു വേണ്ടിയിട്ട് അതാ സിനാന് അവൻ്റെ കൂടെ യാത്ര പോവുകയാണ്. ആരോടും പറയാതെ, ആരോടും ചോദിക്കാതെ. അല്ലെങ്കിലും സിനാനിപ്പോൾ ആരാ ഉള്ളത്? ആരുമില്ല, ചോദിക്കാനും പറയാനും ആരുമില്ല. ഒറ്റപ്പെട്ട ജീവിതത്തിലേക്ക് അവൻ നടന്നു തുടങ്ങി. പക്ഷേ മുഹ്സിയുടെ മുഖം കാണുമ്പോൾ, മുഹ്സിയുടെ മുഖം അതവനക്ക് മറക്കാൻ കഴിയുന്നില്ല. എൻ്റെ മുഹ്സി, എൻ്റെ പൊന്നു മോളെ, മോളിക്കാക്ക മറന്നിട്ടില്ല കേട്ടോ. എനിക്ക് കഴിയില്ല അതിന് മറക്കാൻ. എൻ്റെ നെഞ്ചിലുണ്ട് നീ. എത്രയൊക്കെ തന്നെ എല്ലാവരും എന്നെ കുറ്റം പറഞ്ഞാലും എൻ്റെ മുഹ്സി, എനിക്കതിന് കഴിയില്ല. നീ ഇല്ലാത്ത ഒരു ജീവിതം. തൻ്റെ കൂട്ടുകാരൻ്റെ കണ്ണുകൾ നിറയുന്നത് ജസീൽ ശ്രദ്ധിച്ചു. എടാ എടാ എന്തു പറ്റി? നീ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ, എന്തു പറ്റിയടാ? എന്തുണ്ടെങ്കിലും എന്നോട് പറ. നിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ട്, ഞാൻ പറഞ്ഞല്ലോ എന്തൊക്കെയോ ഉണ്ട്. അല്ലെങ്കിൽ നീ സമയത്തൊന്നും എൻ്റെ കൂടെ വരേണ്ട ആളല്ല. നീ വീട്ടിലേ പോയിട്ടില്ലല്ലോ. മറ്റത് എല്ലാത്തിനും ഉമ്മയോട് പറയട്ടെ, ഉപ്പയോട് പറയട്ടെ എന്ന് പറഞ്ഞ് പോകുന്ന ആളാണ്. അപ്പോൾ പിന്നെ പണവും കാര്യങ്ങളൊക്കെ ആയപ്പോൾ അതുകൊണ്ടായിരിക്കുമല്ലേ? ഹേയ്, അതൊന്നും അല്ലടാ, എനിക്ക് അതൊന്നുമല്ല. എൻ്റെ സിനാനെ, എന്തുണ്ടെങ്കിലും എന്നോട് തുറന്നു പറയണം. നീ അത് മറച്ചു വെക്കരുത്. എന്തെങ്കിലുമൊക്കെ പരിഹാരമോ ഹെൽപ്പ് എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയാണെങ്കിൽ ഞാനത് ചെയ്യാൻ തയ്യാറാണ്. ഒരാളെയും ആശ്രയിക്കാതെ, ഇൻഷാ അല്ലാ. ജസീൽ തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് സിനാന് വലിയൊരു ആശ്വാസമായിട്ടാണ് തോന്നിയത്. പക്ഷേ എൻ്റെ പെണ്ണ്, എൻ്റെ മുഹ്സി, എന്തൊക്കെ തന്നെയാലും അവളെ സ്വന്തമാക്കി തരാൻ അവന് കഴിയുമോ? അവൻ അതിന് കഴിയുന്നുണ്ടെങ്കിൽ ഞാൻ അവനെ സമ്മതിക്കും. പക്ഷേ എന്ത് ചെയ്യാൻ? അവൾക്ക് എന്നോട് ഇഷ്ടമല്ലല്ലോ. അവൾ എന്നെ വെറുത്തിയില്ലേ? അവൾ എന്നേക്കുമായി എന്നെ അകന്നു പോയില്ലേ? എൻ്റെ മുഹ്സി പെണ്ണെ, നീ എന്തിനടി എന്നെ വിട്ടു പോയത്? എനിക്ക് നീയല്ലാതെ ആരുമില്ലല്ലോ. മുഹ്സി, എന്തിനായിരുന്നു മോളെ? എനിക്ക് നിന്നെ അത്രയ്ക്കും ഇഷ്ടമായിരുന്നു. കരുതി കൂട്ടി കൊണ്ടുവന്ന് ഞാൻ ചെയ്തിട്ടില്ല മുഹ്സി. ആ യാത്രക്കിടയിൽ സിനാൻ്റെ കണ്ണുകൾ നിറയുന്നതും അവൻ്റെ കൂട്ടുകാരൻ ജസീൽ അതാ ശ്രദ്ധിക്കുന്നു. കാര്യമായിട്ട് തൻ്റെ കൂട്ടുകാരനെ എന്തോ ഒരു പിഴവ് പറ്റിയിട്ടുണ്ട്, എന്തോന്ന് സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവൻ എങ്ങനെയല്ല, മൊത്തത്തിൽ എന്താ ഒരു ഭ്രാന്ത് ലുക്ക് തന്നെ. എടാ സിനു, സിനു എന്നുള്ള ആ ഒരു വിളി കേട്ടപ്പോൾ ശരിക്കും സിനാൻ ഞെട്ടിപ്പോയി. അല്ലാ, എൻ്റെ പെണ്ണ് വിളിച്ച പോലെയാണ് എനിക്ക് തോന്നിയത്. എന്താ സിനു നീ ഇങ്ങനെ? എന്തു പറ്റി? നിനക്കാകെ മൊത്തത്തിൽ നീ ആളാകെ മാറിപ്പോയല്ലോ. നമുക്ക് വണ്ടി ഇറങ്ങിയിട്ട് നാളെ ഒരു ബാർബർ ഷോപ്പിൽ ഫസ്റ്റ് ഒന്ന് പോകാം. ഒരു സെലൂണിൽ പോയിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കാണ്ട്. എനിക്ക് എൻ്റെ പഴയ ലുക്ക് കാണാനാണ് എനിക്കിഷ്ടം. ഇപ്പോൾ എന്താ ഇത് കഥ? ആകെ മുടിയൊക്കെ വളർത്തി. എന്ത് നീ ഇങ്ങനെ? ഞാൻ വളർത്തിയതല്ലടാ, പിന്നെ അതൊക്കെ താനേ അങ്ങ് വളർന്നതാ. അത് ശരി, താനേ വളരാതിരിക്കോ? പിന്നെ സിനു പറയടാ, എന്തോ ഉണ്ടല്ലോ നിൻ്റെ മനസ്സിൽ, എന്തൊക്കെ വിഷമമുണ്ടല്ലോ. നീ നിൻ്റെ ഫോൺ പോലും ഇതുവരെ എടുക്കുന്നില്ലല്ലോ. മറ്റേത് വിളിക്കലും മെസ്സേജും അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ എന്തത് സംഭവം? എന്തു പറ്റി? അല്ലടാ, നീ സ്റ്റാറ്റസ് ഇട്ടോ, സ്റ്റോറി ഇട്ടോ നമ്മുടെ പോകുന്നത്? ആർക്ക് കാണാൻ? ആർക്ക് വേണ്ടി? എനിക്ക് ആരുമില്ല. എനിക്ക് അതിനെക്കുറിച്ചൊന്നും. എൻ്റെ സിനു, നീ ആളാകെ മാറിയിട്ടുണ്ട്. നിൻ്റെ മനസ്സിലുള്ള ദുഃഖങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളെല്ലാം എന്നോട് തുറന്ന് പറയുമെന്ന് ഉറപ്പാണെങ്കിൽ ഓക്കെ, എനിക്ക് നിന്നെ കൂടെ കൂട്ടാൻ കഴിയും. അതല്ല, നീ ഇങ്ങനെ മൂഡ് ഓഫ് ആയിട്ട് എൻ്റെ കൂടെ ഇങ്ങനെ ഒരു ഉഷാറില്ലാതെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ എന്താടാ എൻജോയ്മെൻറ്റ്? ഞാൻ നീയുമായി ഒരു നല്ല സൗഹൃദം പങ്കിടാൻ വേണ്ടിയിട്ടാണ് നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. പക്ഷേ നീ ഇടയ്ക്കിടെ മൂഡ് ഓഫ് ആകുന്നുണ്ട്, നല്ല രീതിയിൽ വിഷമം അനുഭവിക്കുന്നുണ്ട്, കണ്ണുകൾ തുടക്കുന്നുണ്ട്. സിനു പ്ലീസ് എന്നോട് പറയൂലേ? നിൻ്റെ വിഷമങ്ങൾ എന്നോട് പറയൂലേ? നീയെ നമ്മൾ ചെറുപ്പത്തിൽ എന്തെല്ലാം പങ്കുവെച്ചതായിരുന്നടാ. എന്താ പറയില്ലേ സിനു എന്നോടൊന്നും? നിൻ്റെ ആത്മാർത്ഥമായ സുഹൃത്ത് എന്ന നിലയ്ക്ക് എല്ലാം എന്നോട് തുറന്നു പറയണം.
നിൻ്റെ മനസ്സിലുള്ളത് എന്നോട് ഓപ്പണാക്കി പറഞ്ഞാൽ മാത്രമേ ഇതിനൊരു പരിഹാരം കണ്ടെത്താനാവുള്ളൂ. അല്ലാതെ മനസ്സിലിങ്ങനെ സ്വയം ദുഃഖം വെച്ച് നിന്നിട്ട് അത് എന്ത് കാര്യമാണ് ഉള്ളത്? പറയില്ല നീ എന്നോട്? ജസീൽ നിർബന്ധിക്കുന്നു. സിനാൻ്റെ തോളിലൂടെ അവൻ കൈയിട്ടുകൊണ്ട് അവൻ്റെ മുടിയിഴകളിലൂടെ തൊട്ട് ആശ്വസിപ്പിച്ച് പറയുന്നു. സിനു, ഞാനും നീയും അങ്ങനെ കഴിഞ്ഞതായിരുന്നു. പക്ഷെ നീ എന്നോട് എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട്. സത്യങ്ങളെല്ലാം നീ എന്നോട് തുറന്നു പറയണം. എന്താണ് സംഭവിച്ചത്, നിൻ്റെ ജീവിതത്തിൽ എന്ത് പറ്റി എന്നുള്ളത് നീ എന്നോട് തുറന്നു പറയില്ലേ? അവൻ ദയനീയമായി അവൻ്റെ മുഖത്തേക്ക് നോക്കി. എടാ, നിൻ്റെ ഈ ദയനീയമായ നോട്ടമൊന്നും വേണ്ട. ദയവായി നീ ഒന്ന് കാര്യം പറ. സിനാൻ അവൻ്റെ മനസ്സ് തുറക്കുമോ? അവൻ്റെ മനസ്സിലുള്ള ദുഃഖങ്ങളും ഭാരങ്ങളുമെല്ലാം ജസീലിനോട് തുറന്നു പറയുമോ? അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ സിനാനെ ലാഭം കിട്ടുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഒരു ലൈക്ക് തരണേ, ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും. ഓക്കെ, അപ്പോൾ നാളെ കാണാം.